ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണം കേട്ടോ. ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇന്നിവിടെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, 3 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു ബേ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ആ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള സ്കൂളാണ്, മലർ പാർക്ക് സ്കൂള്. സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്വീഡിഷിൽ ദ സ്കൂൾ. ഇതാണ് അഞ്ചു നേരത്തെ പറഞ്ഞ ബേ ഏരിയ. ഇത്തവണ ഇവിടുത്തെ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്കും പിന്നെ ഇരിക്കാൻ നമുക്ക് സമ്മറൊക്കെ ആകുമ്പം ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു നല്ലൊരു സമ്മർ ഡെസ്റ്റിനേഷനാണ്. വിൻ്ററിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ സമയങ്ങൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നല്ല കുറച്ചുകൂടി ഹാർഷ് വിൻ്ററായിരുന്നു. ഇത്തവണ അത്ര ഹാർഷല്ല. അതുകൊണ്ട് തന്നെ ഇന്നുണ്ടോ ഇന്നിപ്പോൾ കണ്ടോ നല്ല സൺലൈറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ കൈയൊക്കെ മരവിക്കുന്നുണ്ട്. സമ്മറിൽ ഇവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഡോക്സിൽ. അതായത് ഇവിടെ ആൾക്കാർ ഒരുപാട് വെക്കേഷൻ ടൈം എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ ഒരുപാട് ഡോഗ്ഡ് ആയിരിക്കും ബോട്ടുകൾ, യാട്ടുകളൊക്കെ. ഇവിടെ കുറച്ചും കൂടെ കഴിഞ്ഞ് നല്ല വിൻ്ററിൻ്റെ ഒരു പീക്ക് ടൈം ആകുമ്പോഴേക്കും ഈ ലേക്കൊക്കെ ഒരുവിധം ഫ്രോസൺ ആയി മാറുവേ. ഇതാണ് അഞ്ചു പറഞ്ഞ പോലത്തെ ഫ്രോസൺ ലേക്ക്. ഇപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് ലോ ആണ്, മഞ്ഞില്ല. എന്നിരുന്നാൽ പോലും ഈ ബാങ്കിനടുത്തുള്ള ലേക്കിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് ഐസ് കൊണ്ട് മൂടിയേക്കാണ്. ഞാൻ വീണ്ടും പറയാം, വളരെ തിൻ ലെയർ ഓഫ് ഐസ്. ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാവുന്ന രീതിക്കുള്ള ഐസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമ്മർ ആകുമ്പോഴേക്കും ഈ ഡോക്കിൽ മൊത്തം നിറയെ ബോട്ടുകൾ ഉണ്ടാവും. അതായത് ഇവിടുത്തെ സ്വീറ്റ്സിന് മിക്ക ആൾക്കാർക്കും സ്വന്തമായിട്ട് പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ട്സ് അവരൊരു കാറിൻ്റെ ബാക്കിലാക്കി ഈ റോഡിൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന പുള്ളി ആങ്കറിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ബോട്ട് ലിഫ്റ്റ് ചെയ്ത് ലേക്കിലേക്ക് ഇറക്കും. ഇതുപോലെ സെയില് ബോട്ടിലേക്ക് ആങ്കർ ചെയ്യുന്ന ഒരു പുള്ളി സിസ്റ്റം കൂടി നമുക്ക് കുറച്ചും കൂടി നടന്നു പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഞാനപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് സെയിൽസ്. അതായത് കാറ്റിൻ്റെ ദിശയനുസരിച്ച് ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആ ഒരു നീണ്ട സംഭവമില്ലേ ബോട്ടിൽ ഘടിപ്പിക്കുന്നത്, അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാർ എനിക്കൊന്ന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേസസ് ആയിരിക്കും സെയിൽ വെക്കാനായിട്ട്. എനിക്കൊന്ന് വിൻ്റർ ടൈമിലൊക്കെ ഇതിങ്ങനെയായിരിക്കും സൂക്ഷിക്കുക. ഇനി നമ്മളിത് എങ്ങനെയാണ് സെയിൽ ആങ്കർ ചെയ്യുന്നത് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് മറ്റൊരു ടൈപ്പ് പുള്ളി സിസ്റ്റമാണ്. ബോട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ മാനുവലായിട്ടാണ് ഈ പുള്ളി സിസ്റ്റം യൂസ് ചെയ്തിട്ട് സെയിൽ ആങ്കർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിവറൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 കിലോ ആണ്. അതായത് 500 കിലോ വരെയുള്ള സെയില് 2 ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി സിസ്റ്റം യൂസ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിലേക്ക് ആങ്കർ ചെയ്യാൻ പറ്റും. Kerala's heart, Swedish start, culture, food, love and fun. പിന്നെ സമ്മർ ടൈമിലേക്ക് ആകുമ്പോഴത്തേക്കും ഒരുപാട് എന്താ പറയുക, കുട്ടികൾ, ഈ സ്റ്റുഡൻസ്, പിന്നെ എല്ലാവരും ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ ഏരിയയിൽ, ഈ ഒരു ചെറിയ ഏരിയയിൽ കണ്ടില്ലേ, ഈ ഇവിടെ ഇങ്ങനെ ലൈക്ക് ബാത്തിങ്, സ്വിമ്മിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരും. ഇപ്പം തണുപ്പ് കാര്യങ്ങൾ വിൻ്ററാണ്, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരില്ല ഇപ്പോൾ. ബട്ട് സമ്മർ ആകുമ്പോൾ സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ബോട്ട്സ് റീഫ്യൂൽ ചെയ്യുന്നൊരു സെൻറ്ററാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ 2 പൊസിഷൻസ് ഉണ്ട്, 2-ലധികം പൊസിഷൻസ് ഉണ്ട്. മെയിൻലി യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലുമാണ്.
അപ്പോൾ സ്വീറ്റ്സ് അവരുടെ ബോട്ടിൻ്റെ കപ്പാസിറ്റി, ടാങ്ക് കപ്പാസിറ്റി അനുസരിച്ച് ഏത് ഫ്യൂലാണെന്നും അനുസരിച്ച് അവരിവിടെ വന്ന് അവരുടെ ടൈം എടുത്ത് റീഫ്യൂൽ ചെയ്തിട്ട് പോകും. അതിനിടയിൽ അവർക്ക് കോഫിയോ അങ്ങനത്തെ ഏതൊരു സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഷാക്കും നിങ്ങൾക്ക് അതിനടുത്ത് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, കാണാൻ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കോഫിയും വാങ്ങിച്ചു കുടിച്ച് ഞാനും അഞ്ചും തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. 2025 പിറന്നു. അതുകൊണ്ട് തന്നെ ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇതൊരു യാത്രയാണ്. ഇതിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നും നിങ്ങളുടെ സ്നേഹവും അംഗീകാരവും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നമസ്കാരം.